അതിനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയും. കാരണം ഇത്രമാത്രം കഷ്ടപ്പെടുന്ന എൻ്റെ അനുഭവത്തിലാണ്. എൻ്റെ ബസ്സിന് പറഞ്ഞിട്ട് രാത്രിയിലും പകലും ഇല്ലാതെ ഷൂട്ട് ചെയ്തിട്ട് രാവിലെ 5 മണി വരെ മഴ നനഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്യുന്ന, ഒരു പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല, ഒരു ക്യാരവാനിലിരിക്കത്തില്ല, ഒരു നമ്മുടെ കൂടെ ചേർന്ന സൈഡിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ 47 വർഷമായി ചേട്ടൻ സിനിമയിൽ തുടങ്ങിയിട്ട് ചേർത്തിരുന്നോളം വെച്ച് പറയും. ഈ 47 കൊല്ലവും മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമായി കാണുന്ന ചേട്ടന് ഈ സിനിമയുടെ സമയത്ത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഊട്ടിയിലെ അതിഗംഭീരമായ തണുപ്പ്, രാത്രി മുഴുവൻ ഷൂട്ടിങ്. നിങ്ങളുടെ സിനിമ പറയും നൈറ്റാണ് ഷൂട്ട് മൊത്തം, പകലേ അവിടെ നിൽക്കാൻ പറ്റില്ല. അതിഭീകരമായ കൊടുത്തണുപ്പത്താണ്. അതിൻ്റെ കൂടെ അവിടെ അന്ന് മഴയും എല്ലാം ഉണ്ട്. ഇത് മുഴുവൻ സഹിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ പകരുന്നില്ലാതെ രാവിലെയൊക്കെ ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇന്ന് മറക്കാത്ത കാര്യങ്ങളാണ്. ചേട്ടൻ്റെ കുട്ടി കോളേജ് ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് 2:30 ആയപ്പോൾ ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിയുന്നു. പക്ഷെ ഞങ്ങൾക്ക് 4 മണിയുണ്ട്. സിനിസാറൊക്കെ എല്ലാവരും പറഞ്ഞ് 4 മണിയാവുമ്പോൾ ചേട്ടൻ പോയില്ല. ഇത്രയും പേര് നിങ്ങൾ കിടന്നു ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, പോകുന്നില്ല, ഞാൻ നമ്മൾ ഒരുമിച്ചോ തീർത്തിട്ട് പോകാൻ പറഞ്ഞ് നിൽക്കുന്ന ഇങ്ങനെയുള്ള മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. മലയാളത്തിൽ കുറച്ച് നാളുകൂടെ നമ്മൾ രക്ഷപ്പെട്ടു പോകും. ഇങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ട് ഈ സിനിമയുടെ റിലീസ് ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ആത്മാർത്ഥതയോടുകൂടി ഇവിടെ വന്നിരുന്ന് ഇതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്ന പ്രിയപ്പെട്ട ലാലേട്ടന് സ്വാഗതം. ഞാൻ കണ്ടൊരു സ്വപ്നമാണ് എൻ്റെ ആദ്യ സിനിമയ്ക്കായി ഞാൻ കണ്ട സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് രഘുനാഥ് പലേരി എന്ന എൻ്റെ പ്രിയ സുഹൃത്ത് മാത്രമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സ്വപ്നം കണ്ടത്, ഈ സ്വപ്നം നെയ്തെടുത്തത്. പക്ഷേ ഞങ്ങൾക്ക് ഇന്നും അജ്ഞാതമായ കാരണങ്ങളാൽ ആ സിനിമ സംഭവിച്ചില്ല. പിന്നീട് 18 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ആ സ്വപ്നങ്ങൾക്ക് ചെറുകം മുടിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിയയാളാണ് സിയാദ്. ഈ സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നീട് ഞങ്ങളോടൊപ്പം ചേർന്നതാണ് പ്രിയ മോഹൻലാൽ, വിദ്യാസാഗർ, സന്തോഷ്, അങ്ങനെ ഒരുപാട് ടെക്നീഷ്യന്മാർ എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ നമ്മൾ ആഗ്രഹിച്ചതുപോലെ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ആദ്യ തവണ 1982-83 കാലഘട്ടത്തിൽ ഞാനും രഘുവും കൂടി ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഏകദേശം 1 വർഷക്കാലം ഞങ്ങൾ ആ സ്ക്രിപ്റ്റിൽ മാത്രം വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അന്ന് സംഭവിക്കാതെ പോയ ആ സിനിമ വീണ്ടും റീവർക്ക് ചെയ്യുമ്പോൾ 2000-ൽ അത് ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ 1 വർഷക്കാലം അതിൻ്റെ പുറകിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തെ കാണാൻ പോലും പോകാതെ 1 വർഷക്കാലം എറണാകുളത്തെ ഒരു വീടെടുത്ത് താമസിക്കുന്ന ഈ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തു. അത്രമാത്രം സമർപ്പണത്തോടെ ഞാൻ ചെയ്ത മറ്റൊരു സിനിമയുമില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. അതും പക്ഷേ നമ്മൾക്ക് വലിയ നിരാശ സംഭവിച്ചൊരു സിനിമയാണത്. എനിക്കും സിയാദിനും രഘുവിനൊക്കെ വലിയ രീതിയിൽ അക്കാര്യത്തിൽ വലിയ സങ്കടങ്ങൾ വരുത്തിയൊരു സിനിമയാണ്. ഇന്ന് 24 വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ സിനിമയ്ക്ക് അന്ന് കാലം തെറ്റിപ്പിറന്ന സിനിമ എന്ന് പറയുമ്പോൾ ഇന്നും ഇതാണ് ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തേണ്ട കാലം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം 2000-ൽ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്തൊരു തലമുറ ഇന്ന് ഈ സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളിൽ നടത്തുന്ന അവരുടെ അഭിപ്രായങ്ങൾ, ഈ സിനിമയോടുള്ള അവരുടെ താല്പര്യങ്ങൾ വലിയ ചർച്ചയായി മാറുമ്പോഴാണ് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടുന്നു,
റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്യേണ്ടതുണ്ട്. അതിനായി കാത്തിരിക്കുന്ന ഒരുപാട് വലിയ ഒരു പ്രേക്ഷക സമൂഹമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെയൊരു റീമാസ്റ്റേർഡ് എഡിറ്റഡ് 4K അറ്റ്മോസ് വേർഷനിലേക്ക് ഈ സിനിമ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് സിയാദിൻ്റെ മകളും ഉൾപ്പെടെയുള്ള ബോഡിയിൽ തുടങ്ങിയ കുറച്ച് ചെറുപ്പക്കാരുടെ കഠിനമായ പരിശ്രമമാണ് ഇതിനുള്ളത്. അവരെല്ലാവരും കൂടെ ചേർന്ന് ഇതിൻ്റെ ഒരു പ്രവർത്തനം പാതി വഴിയിൽ എത്തിയപ്പോഴാണ് അറിയിക്കുന്നത് ഞങ്ങളിങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്.